മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, 15 നോമ്പിൻ്റെ ഒരുക്കമായിട്ട് 8-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മളിന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ ദൈവത്തിന് കൊടുത്ത ആ വലിയ മറുപടിയെ പറ്റിയാണ്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന സമ്മതത്തോടു കൂടിയാണ് മറിയം തൻ്റെ സ്വർഗയാത്ര തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വഴി അറിഞ്ഞവൾ ആ വഴിയിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിക്കുന്നില്ല എന്നതാണ് മറിയത്തിൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും സവിശേഷതയും. അമ്മ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയ്ക്കുള്ള പ്രതിസമ്മാനമാണ് അമ്മയുടെ സ്വർഗാരോപണം. ഓരോ തിരുനാളും നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് ആഘോഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ജീവിക്കുവാനും കൂടിയുള്ളതാണ് എന്ന് ഓരോ വിശ്വാസിയും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മനസ്സിലാക്കി അതിനോട് 100% വിശ്വസ്തത പുലർത്തി ജീവിച്ചാൽ നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ വളരെ വേഗത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ഒരു രംഗമുണ്ട്. ഈശോയുടെ കുരിശിലെ മരണത്തിന് തൊട്ടു മുൻപുള്ള രംഗം. കുരിശിലെ പ്രാണവേദനയുടെ നടുവിൽ ഈശോ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. കുരിശിൻ ചുവട്ടിലെ ഈ സുവർണ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. ഈ അമ്മ എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ഈ അമ്മ ഇടപെട്ടു. കുടുംബനാഥന്റെ വേദനയിൽ അവളും ആ ഭവനത്തിലെ ഒരു അംഗത്തെ പോലെ വേദനിച്ചു. അവർക്ക് വീഞ്ഞില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന്റെ സന്തോഷത്തിലെ ഒരു അദൃശ്യ വ്യക്തിയായി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോഴും നാം ആരും മറന്നു പോകരുത്, നമ്മുടെ കുറവുകളെ നിറവുകളാക്കുവാൻ സഹായിക്കുന്ന ഒരു അമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന്. സഹനത്തിന്റെ നാൾ വഴികൾ പൂർത്തിയാക്കിക്കൊണ്ട് കാൽവരിയിലെ ബലിയിലൂടെ ഈശോ വീണ്ടെടുത്ത മക്കൾ സ്വർഗത്തിലേക്കുള്ള പോരാട്ട വഴികളിൽ എപ്പോഴൊക്കെ തളർന്നു വീഴുന്നുവെന്ന് കാണുന്നുവോ അപ്പോഴൊക്കെ അമ്മ വീണ്ടും ചരിത്രത്തിലേക്ക് കടന്നു വരുന്നു എന്നത് നമുക്ക് ശക്തിയും ചൈതന്യവും പകരുന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന്റെ പദ്ധതികളോട് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് നമുക്കും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം.